വാർത്തകൾ തുടരുന്നു. ഇടുക്കി മൂന്നാറിലേക്ക് എത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ കാതടപ്പിക്കുന്ന തരത്തിൽ പാട്ട് വയ്ക്കുന്നതും റോഡരികിൽ വാഹനം നിർത്തിയിട്ട് സഞ്ചാരികൾ ഡാൻസ് കളിക്കുന്നതും വലിയ പ്രതിസന്ധിയായി മാറുന്നു. പലപ്പോഴും ഇത്തരം സാഹചര്യം ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാരടക്കം പരാതി പറയുന്നു. എന്നാൽ ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ സിഗ്നൽ പോയിന്റ് അടക്കമുള്ള ഇടങ്ങളിലാണ് മൂന്നാറിന്റെ മനോഹാരിത തേടിയെത്തുന്ന സഞ്ചാരികളുടെ പാട്ടും ഡാൻസും. തിരക്കേറിയ റോഡിന്റെ വലിയ അപകട വളവുകളിലടക്കം വിനോദസഞ്ചാരികൾ വലിയ വാഹനങ്ങൾ നിർത്തിയിടുകയും പാട്ടുവെച്ച് ഡാൻസ് ചെയ്യുന്നതും പലപ്പോഴും അപകടങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്. റോഡിലൂടെ എത്തുന്ന വാഹനങ്ങൾ പോലും ശ്രദ്ധിക്കാതെയാണ് ഇവരുടെ ഡാൻസ്. പലപ്പോഴും ഡ്രൈവർമാരുടെ സംയോജിതമായ ഇടപെടലിലാണ് ആളപായങ്ങൾ ഒഴിവാകുന്നത്. മൂന്നാറിൽ ഞങ്ങൾ എല്ലാ ടൂറിസ്റ്റുകളെയും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ മൂന്നാർ എൻവറോൺമെന്റലി കുറച്ചും കൂടെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കുറെ വൈൽഡ് ലൈഫ് മൂവ്മെന്റ്സ് ഉണ്ട്. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കുറെ റീൽസിലും വാർത്തകളിലൊക്കെ കാണുന്നതാണ് ഈ ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് മൂന്നാറിൽ വരുന്ന കുറച്ച് ഗ്രൂപ്പ് ടൂറിസ്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടുകളിൽ ബസ്സിൽ പാട്ടും വെച്ചുകൊണ്ടുള്ള യാത്രയും റോഡുകളിൽ നിർത്തിയിട്ടുള്ള ഒരു പാട്ട് ഭയങ്കര സൗണ്ടിൽ പാട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ഡാൻസും ബഹളങ്ങളൊക്കെ ഒരുപാട് ഇപ്പം മൂന്നാറിൽ പ്രത്യേകിച്ചും ലോക്കാട്ട് ഗ്യാപ്പ് റോഡുകളിൽ ടോപ്പ് സ്റ്റേഷൻ റോഡുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ 2-3 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് മൂന്നാർ പോലത്തെ സ്ഥലങ്ങളിൽ എസ്റ്റേറ്റ് മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ എല്ലാ സമയത്തും വരുന്നത് ചിലപ്പോൾ ആംബുലൻസ് ആയിരിക്കില്ല. അവിടുത്തെ ലോക്കൽ ജീപ്പുകളിലോ അല്ലെങ്കിൽ ലോക്കൽ വണ്ടികളിലായിരിക്കും അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ സമയത്ത് പുറകിൽ നിന്ന് ഹോൺ അടിച്ചിട്ട് എമർജൻസി ഹോൺ അടിച്ചിട്ട് പോയാൽ പോലും ഈ ബസ്സുകളുടെ സൗണ്ട് കാരണം ഈ വണ്ടികൾക്ക് കേൾക്കാൻ സാധിക്കാറില്ല. അതൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്, ആംബുലൻസ് വന്നാൽ പോലും ശരിക്കും പറഞ്ഞാൽ ഈ സൗണ്ട് കേൾക്കാറില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈൽഡ് ലൈഫിന് ഇത് ശരിക്കും ഒരു ഡിസ്റ്റർബൻസ് തന്നെയാണ്. നമ്മൾ ഇവരെ ശരിക്കും ഒരു സംഘർഷത്തിലേക്ക് നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്ന പോലെയാണ് ഈ പറഞ്ഞ ഭയങ്കര നോയ്സി ആയിട്ടുള്ള ഒരു മ്യൂസിക്സും പാട്ടുകളും റോഡുകളിൽ ട്രാഫിക് സൃഷ്ടിക്കുന്ന, റോഡുകൾ ഇറങ്ങി ഡാൻസ് കളിച്ച് ട്രാഫിക് സൃഷ്ടിക്കുന്നതൊക്കെ നമുക്കിവിടെ ഈ ദിവസങ്ങളിൽ വളരെ രൂക്ഷമായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. കുത്തിറക്കവും കൊടുമ്പളവുകളും നിറഞ്ഞ മൂന്നാർ മേഖലയിലെ റോഡുകളിലൂടെയാണ് വിനോദസഞ്ചാരികളുമായി വരുന്ന വലിയ വാഹനങ്ങൾ കാതടപ്പിക്കുന്ന രീതിയിൽ വോക്കൽ സ്പീക്കർ വഴി പാട്ടുവെച്ച് പോകുന്നത്. എതിരെ വരുന്ന വാഹനങ്ങൾ ഹോൺ മുഴക്കിയാൽ പോലും കേൾക്കാൻ കഴിയില്ല. ഇത് വലിയ അപകട സാധ്യതയാണ് ഉയർത്തുന്നത്. നാട്ടുകാർക്കും മറ്റു സഞ്ചാരികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ എത്തുന്ന ഇത്തരം വാഹനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.